യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് വൈദിക പരിശീലനത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടമായ റീജൻസിയെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ച പൂർത്തിയാക്കിയ ശേഷം നാലാം ഘട്ടമായ ദൈവശാസ്ത്ര പഠനത്തിലേക്ക് നമ്മൾ കടന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ നമുക്ക് സമയമായത്. ആയതിനാൽ ഈ എപ്പിസോഡിൽ നമ്മൾ ആ ചിന്ത തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ദൈവശാസ്ത്ര പഠനത്തെക്കുറിച്ച് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവശാസ്ത്ര പഠനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചപ്പോഴാണ് സമയം പൂർത്തിയായത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഒരുപാട് വിഷയങ്ങൾ ദൈവശാസ്ത്ര പഠനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പഠിക്കുന്നത് ഈ വൈദിക പരിശീലനത്തിന് എന്തുമാത്രം പ്രായോഗികമായിട്ട് ഗുണം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അച്ഛനൊന്ന് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുക. ദൈവശാസ്ത്ര വിഷയങ്ങൾ പൗരോഹിത്യ ജീവിതത്തോടും പൗരോഹിത്യ ശുശ്രൂഷയോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം വൈദിക പരിശീലന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ പഠിപ്പിക്കുക. ഉദാഹരണമായിട്ട് സഭയുടെ വിശ്വാസം പ്രഘോഷിക്കേണ്ട ഒരു വ്യക്തിയാണ് പുരോഹിതൻ. അപ്പോൾ സത്യവിശ്വാസം എന്തെന്ന് മനസ്സിലാക്കുവാനും സത്യവിശ്വാസം ആളുകളെ പഠിപ്പിക്കാനും, എന്തെങ്കിലും സംശയം അതുമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വിശ്വാസ സംബന്ധമായിട്ടുള്ള സംശയമുണ്ടെങ്കിൽ തെറ്റുകൂടാതെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാനും വിശ്വാസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ്, അവഗാഹം അനിവാര്യമാണ്. അതുപോലെ തന്നെ ആരാധനക്രമം മറ്റൊരു വിഷയമാണ്. വിശുദ്ധ ബലി അർപ്പിക്കുക ഒരു പുരോഹിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അപ്പം ആരാധനക്രമത്തെക്കുറിച്ച് ശരിയായിട്ട് പഠിക്കുക, ആരാധനയിൽ വിശ്വാസികളെ ശരിയായ വിധത്തിൽ ഉൾച്ചേർക്കുക, ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക, ആരാധനാക്രമത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ലക്ഷ്യം, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കടമയാണ്. അപ്പോൾ അതുകൊണ്ട് ആരാധനാക്രമത്തെക്കുറിച്ച് പഠിക്കുക ആവശ്യമാണ്. ഇതുപോലെയാണ് സഭാനിയമം. സഭാനിയമം വൈദികരെ സംബന്ധിച്ചുള്ള നിയമമുണ്ട്, സന്യാസികളെ സംബന്ധിച്ചുള്ള, സമർപ്പിതരെ സംബന്ധിച്ചുള്ള നിയമങ്ങളുണ്ട്, അൽമായരെ സംബന്ധിച്ചുള്ള നിയമങ്ങളുണ്ട്, പ്രത്യേകിച്ച് വിവാഹം എന്ന കുദാശയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ, സഭാ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ധാർമ്മിക ദൈവശാസ്ത്രം. അപ്പോൾ ഇതും വാസ്തവത്തിൽ പൗരോഹിത്യ ജീവിതത്തോടും പൗരോഹിത്യ ശുശ്രൂഷയോടും ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. ധാർമ്മികത. മനുഷ്യർ ധാരാളമായിട്ട്, സാധാരണ വിശ്വാസികൾ ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പരിഹാരം നിർദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ധാർമ്മികതയെക്കുറിച്ചും, ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ബൈബിൾ പഠനം, ഒരുപാട് സമയം ബൈബിൾ പഠനത്തിന് വേണ്ടിയിട്ട് ദൈവശാസ്ത്ര പരിശീലന പഠന കാലഘട്ടത്തിൽ ബൈബിൾ പഠനത്തിന് വേണ്ടിയിട്ട്, കാരണം ബൈബിൾ വ്യാഖ്യാനിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക വൈദികൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. അപ്പോൾ എങ്ങനെ ബൈബിൾ വ്യാഖ്യാനിക്കണം, ബൈബിൾ പഠിപ്പിക്കണം, പ്രബോധിപ്പിക്കണം ബൈബിൾ ഉപയോഗിച്ച്, അപ്പോൾ ഇത് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ബൈബിൾ പഠനവും ജീവിതത്തെ, പൗരോഹിത്യ ജീവിതത്തോടും
പൗരോഹിത്യ ശുശ്രൂഷയോടും ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളും, അപ്പോൾ ഇത് മാത്രമല്ല, ഇതൊക്കെ ഈ ദൈവശാസ്ത്ര പഠന കാലഘട്ടത്തിൽ ചർച്ച് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. ചർച്ച് മ്യൂസിക് കാരണം ആരാധനക്രമത്തിന് അനിവാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സഭാ സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ അതേക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്, വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു പഠനം ഉണ്ടാകും. അതുപോലെ ചർച്ച് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ക്രിസ്ത്യൻ ആർട്ട് ആയിട്ട് ബന്ധപ്പെട്ട, ക്രൈസ്തവ കലകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ വലിയ ഒരുപാട് അങ്ങനെ അവഗാഹം കിട്ടത്തക്ക വിധത്തിലല്ല, എങ്കിലും പൊതുവായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകത്തക്ക വിധത്തിൽ ആ സമയത്ത് പഠിപ്പിക്കും. ചുരുക്കത്തിൽ ദൈവശാസ്ത്ര പഠനം പൗരോഹിത്യ ജീവിതത്തോടും പൗരോഹിത്യ ശുശ്രൂഷയോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന പഠനമാണ്. അതുകൊണ്ട് പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യത്തക്ക പഠനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിനെ വിലയിരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ പരീക്ഷകളുണ്ടോ? തീർച്ചയായിട്ടും അതിന് പരീക്ഷകളുണ്ട്. അതായത് ഓരോ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും, ഇപ്പോൾ സെമിനാരികളിൽ സാധാരണയായിട്ട് സെമസ്റ്റർ സിസ്റ്റമാണ്. അതുകൊണ്ട് ഒരു വർഷത്തെ പഠനം, ഒരു വർഷത്തെ പഠനമാണെന്നുണ്ടെങ്കിൽ ആ പഠനത്തിൻ്റെ മധ്യഘട്ടത്തിൽ, ഉദാഹരണമായിട്ട് ആലുവയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെമിനാരി ആരംഭിക്കുന്നത് ജൂണിലാണ്. അപ്പം ജൂണിൽ ആരംഭിച്ചിട്ട് സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി ഒരു മധ്യ പരീക്ഷയുണ്ടാകും. മിഡ് ടേം എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ടാകും. ഒരു ടേമിൻ്റെ അവസാനത്തിൽ, മിഡ് ടേം എന്ന് പറയാൻ പറ്റിയല്ല, ഒരു സെമസ്റ്ററിൻ്റെ അവസാനം. സെമസ്റ്റർ അവസാനിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലാണ്. അപ്പോൾ ആ സെമസ്റ്ററിൻ്റെ അവസാനം ഒരു പരീക്ഷ ഉണ്ടാകും. പിന്നീട് മാർച്ച് മാസത്തിലാണ് അടുത്ത സെമസ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ ആ സെമസ്റ്ററിലും ഒരു പരീക്ഷ ഉണ്ടാകും. അപ്പോൾ ഈ പരീക്ഷ പാസ്സാകണം. ഇനി പരീക്ഷ പാസ്സായില്ല എങ്കിൽ സംഭവിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഏതെങ്കിലും അതിന് ഇത്ര ശതമാനം മാർക്ക് പരീക്ഷയിൽ ലഭിക്കണം എങ്കിലേ പാസ്സാകുള്ളൂ എന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ പരീക്ഷയിൽ പാസ്സായില്ലെന്നുണ്ടെങ്കിൽ ഒരവസരം കൂടി കൊടുക്കും എന്നുള്ളതാണ്. അത് ഒരവസരം കൂടി കൊടുക്കും, റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിലും സാധാരണഗതിയിൽ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ പാസ്സാകും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദിക വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം പഠിക്കാനായിട്ടും പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിൽ വീണ്ടും വായിക്കാനൊക്കെ ആയിട്ടുള്ളൊരു അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരു വൈദിക വിദ്യാർത്ഥി ആദ്യത്തെ പരീക്ഷയിൽ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പരീക്ഷയിൽ കൂടി, അടുത്ത പരീക്ഷയിൽ കൂടി അപ്പിയർ ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം ഉണ്ട്. പക്ഷേ അതിലും പാസ്സാകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതൊരു പരീക്ഷ നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിൽ ഈ പരീക്ഷ നടത്തിപ്പിന് ഉത്തരവാദിത്തമുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ സാധാരണ അത് അനുവദിക്കാറില്ല, ഇയർ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ വളരെ വിരളമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വായിച്ചു പോയാൽ പോരാ. കാരണം ഇതെല്ലാം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. ഉദാഹരണമായിട്ട് സഭാ നിയമത്തെ സംബന്ധിച്ചുള്ള പഠനം. അപ്പോൾ ഈ പഠനം അത് ശരിക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ അജപാലന രംഗത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ബൈബിൾ പഠിക്കുന്നു. അപ്പം ബൈബിൾ പഠിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് എങ്ങനെ ബൈബിൾ വ്യാഖ്യാനിക്കണം, അപ്പോൾ അതിൻ്റെ ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ബൈബിൾ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ നിയമങ്ങൾ അറിയാവോ, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മോറൽ തിയോളജിയുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് സന്മാർഗശാസ്ത്രം, അത് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അജപാലന രംഗത്ത് അതേക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് ആവശ്യമാണ്. അപ്പോൾ ഈ അറിവ് വെറുതെ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതൊന്ന് മനസ്സിലാക്കിയിട്ടങ്ങ് പോയാൽ പോരാ. അതും വാസ്തവത്തിൽ മനസ്സിലത് ഉറപ്പിക്കുകയും ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയത്തക്ക വിധത്തിൽ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കാനൺ നിയമം, ഇപ്പം ബാപ്റ്റിസവുമായിട്ട് ബന്ധപ്പെട്ട, മാമോദിസായുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അപ്പോൾ ആരൊക്കെ തമ്മിൽ വിവാഹം കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള നിയമം കാനണിലുണ്ട്. ആ കാനണില പഠിച്ചെങ്കിൽ മാത്രമേ ഇത് ഒരു പാസ്റ്ററലായിട്ടുള്ള അജപാലന രംഗത്ത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പഠിച്ച വിഷയങ്ങൾക്ക് പരീക്ഷകളും ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, മോറൽ തിയോളജി, കാനൺ ലോ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ
നമുക്ക് പലപ്പോഴും ഇടവകകളിൽ വരുമ്പോൾ പല ആൾക്കും പ്രത്യേകിച്ച് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കാനൻ ലോയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ആഴമായ പഠനം അവിടെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ഈ കാനൻ ലോയിൽ? സാറ് ചോദിച്ച പോലെ ദേവീശാസ്ത്ര വിഷയങ്ങളിൽ വളരെ ആഴത്തിലുള്ള പഠനം അവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗവേഷണം എന്നുള്ള നിലയിലുള്ള പഠനമൊന്നും നടക്കാനായിട്ട് സാധിക്കില്ല. ചുരുങ്ങിയ 4 വർഷത്തെ പരിശീലന കാലഘട്ടമാണ് ദേവീശാസ്ത്ര പഠന പരിശീലന കാലഘട്ടം. ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ സാർ ചോദിച്ച ഉദാഹരണമായിട്ട് കാനൻ ലോ പഠിക്കുമ്പോൾ വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാനൻ നിയമങ്ങൾ അത് അജപാലന രംഗത്ത് എങ്ങനെ ആ കാനൻ നിയമം അപ്ലൈ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പഠനം ലഭിക്കുന്നുണ്ട് ആ അവസരത്തിൽ. അതുപോലെ തന്നെ ഒരു സാക്രമെൻറ്റ്, ഒരു കുദാശ എങ്ങനെ പരികർമ്മം ചെയ്യാം, കുദാശ വാലിഡായിട്ട് പരികർമ്മം ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇങ്ങനെയുള്ളതിനെക്കുറിച്ച് അത് ആർക്കൊക്കെ സ്വീകരിക്കാം, ഇതൊക്കെ അജപാലന രംഗത്ത് അറിഞ്ഞിരിക്കേണ്ട അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അതുപോലെ തന്നെ ധാർമ്മികത, വിവാഹ ജീവിതത്തിലെ ധാർമ്മികത എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ശരിക്കുള്ള ഒരു പഠനം അവിടെ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് അജപാലന രംഗത്ത് ആവശ്യമായിരിക്കുന്ന അജപാലന പ്രവർത്തനം നടത്തുമ്പോൾ ആവശ്യമായിരിക്കേണ്ട അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കൂടുതലായിട്ട് ഇപ്പം പഠനത്തിന് അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പം കിട്ടുന്ന വരും, ചിലപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില കേസസുകൾ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും ഒരു സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് രൂപതയിലോ ഇദ്ദേഹത്തെ പഠിപ്പിച്ച വൈദികരുമായിട്ടോ ഒക്കെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ളൊരു അവസരമുണ്ട്. സംശയത്തിന് നിവാരണം ഉണ്ടാകാനായിട്ടുള്ളൊരു അവസരവും ലഭിക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ആഴത്തിലുള്ള പഠനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗവേഷണം അങ്ങനെ ആഴത്തിലങ്ങ് പോകുന്ന രീതിയിലുള്ള പഠനം ലഭിക്കുന്നില്ലെങ്കിൽ പോലും ചുരുങ്ങിയ കാലഘട്ടത്തിൽ പൗരോഹിത്യ ജീവിതത്തിൽ ശുശ്രൂഷയിൽ അത്യാവശ്യം വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇതേ കൂടുതൽ ആഴത്തിൽ മനസ്സിലാകത്തക്ക വിധത്തിൽ അതിനെ എവിടെ പോകണം, എവിടെയാണത് ലഭിക്കുന്നത്, അതിൻ്റെ സോഴ്സ് ബുക്ക്, ഏതൊക്കെ പുസ്തകങ്ങളാണ് അതിന് കൺസൾട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് അവർക്ക് ആ സമയത്ത് ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മേജർ സെമിനാരികളിൽ പ്രത്യേകിച്ച് ദൈവശാസ്ത്ര പഠന കാലഘട്ടങ്ങളിൽ ചിലപ്പോഴൊക്കെ ചുരുക്കം ചില അവസരങ്ങളിൽ ഈ വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ചില പഠനങ്ങളൊക്കെ നടത്തിയ സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പിശാചില്ല, മാലാഖമാരെന്നൊക്കെ പറയുന്നത് അത് സത്യമല്ല, യാഥാർത്ഥ്യമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പഠനങ്ങളൊക്കെ ചുരുക്കം ചില അവസരങ്ങളിലൊക്കെ സെമിനാരിയിൽ അധ്യാപകർ പഠിപ്പിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് സംഭവിച്ചേക്കാം എന്നുള്ള ഒരു കാര്യമാണ്. പണ്ടൊക്കെ അങ്ങനെ ചിലയിടത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും ഞാനതിനൊരു സാക്ഷിയോ ഒരു അനുഭവസ്ഥനോ അല്ല, അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാനായിട്ട് നിയുക്തരായിട്ടുള്ള ഒരു അക്കാഡമിക് ലെവലിലോ അല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്തോ പരിശീലിപ്പിക്കാനായിട്ട് ചുമതലപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം മാതൃകാപരമായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. സത്യവിശ്വാസം മാത്രമേ പഠിപ്പിക്കാവൂ എന്ന് സഭ നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആളുകളെ നിയമിക്കുമ്പോൾ, വൈദിക പരിശീലന കേന്ദ്രത്തിൽ നിയമിക്കുമ്പോൾ ആ ആളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള പ്രാഗൽഭ്യം മാത്രമല്ല പരിഗണിക്കുന്നത്. ഒരു വിഷയം ദൈവശാസ്ത്ര വിഷയമോ തത്വശാസ്ത്ര വിഷയത്തിലോ ഒക്കെ അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്, ഈ അറിവ് പ്രദാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള സ്കില്ലുണ്ട്, കഴിവുണ്ട്, ഇതൊക്കെ ശരിയായിരിക്കാം.
മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് ഇടപെടാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ പലതരത്തിലുള്ള കഴിവുണ്ടായിരിക്കാം. പക്ഷേ അതുമാത്രം പോരാ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വൈദിക പരിശീലന കേന്ദ്രങ്ങളിൽ ആളുകളെ നിയമിക്കുമ്പോൾ അധികാരികൾ അവരുടെ ക്യാരക്ടർ, അവരുടെ സ്വഭാവം, അവരുടെ വിശ്വാസ തീഷ്ണത, സത്യവിശ്വാസം മാത്രം പഠിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം ഇവരെക്കുറിച്ചൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ, അതായത് പ്രത്യേകിച്ച് ഈ മേജർ സെമിനാരികൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഓരോ വർഷവും അക്കാഡമിക് ഇയർ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം, അതിൻ്റെ ഇനോഗ്രേഷൻ ദിവസം, അപ്പോൾ വരെ പരിശീലിപ്പിക്കുന്ന പ്രൊഫസർമാരെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നൊരു ഒരു സംഗതിയുണ്ട്. അതായത് സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന ഒരു കാര്യമുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ സാർ മുമ്പ് പറഞ്ഞതുപോലെ സഭയുടെ വിശ്വാസത്തിന് നിരക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുക, ഇതാണ് അവർ പറയുന്നതാണ്. ആ വിശ്വാസത്തിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ശരി എന്ന രീതിയിൽ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് ആ കാര്യത്തെ കണക്കിലെടുക്കുകയും അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുകയും തൃപ്തികരമായിട്ടുള്ള വിശദീകരണം നൽകുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പറയുന്ന പഠിപ്പിക്കുക എന്നുള്ള ആ ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുമെന്ന് പറഞ്ഞാൽ ആ സെമിനാരിയിൽ നിന്ന് മാത്രം മാറ്റുകയല്ല, ഈ ഏതെങ്കിലും ഇതുപോലെ ലോകത്തിലെ ഏതെങ്കിലും കത്തോലിക്ക സെമിനാരികളിൽ പഠിപ്പിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടയുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ സത്യങ്ങൾ, ഇപ്പോൾ സന്മാർഗത്തെ സംബന്ധിച്ച് ഓരോരുത്തരും അവനവൻ്റെ ഒപ്പീനിയൻ, അവനവൻ്റെ അഭിപ്രായം പറയാനായിട്ട് പറ്റുകയില്ല. ഒരു പക്ഷേ സാറ് പറഞ്ഞപ്പോൾ ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കാനായിട്ട് ഇടയുണ്ടാകും. കാരണം ഇങ്ങനെ ഉദാഹരണമായിട്ട് ഏഞ്ചൽസിനെ കുറിച്ച്, മാലാഖമാരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പം ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ഇങ്ങനെ ചിലർ അഭിപ്രായപ്പെടുന്നു മാലാഖമാർ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഗണം ഇല്ല എന്ന് ഇന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പഠനം ഈ വിശ്വാസികളുടെ ഇടയിൽ തെറ്റായിട്ടുള്ള പഠനം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഒരു പക്ഷേ പറയാൻ സാധ്യതയുണ്ടാകാം ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച്. അഭിപ്രായം, ആളുകളുടെ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ സന്മാർഗത്തെ സംബന്ധിച്ചുള്ള സഭയുടെ ഈ പ്രബോധനത്തിന് വിരുദ്ധമായിട്ട് മറ്റൊരു അഭിപ്രായം കൂടി ഈ ചർച്ചയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. സ്വന്തം അഭിപ്രായമല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനൊരു അഭിപ്രായമുണ്ട്, പക്ഷേ അത് ശരിയല്ല എന്നുകൂടി, ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ മാത്രം പോരാ, അത് ശരിയല്ല, ഇതാണ് ശരിയായിട്ടുള്ള പഠനം എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഉണ്ട്. അതുപോലെ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോഴും ഇത് നോക്കേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബൈബിള് ദൈവവചനമാണ്, ദൈവിക സന്ദേശമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും, അതുകൊണ്ടാണല്ലോ പല സഭകൾ സെക്റ്റുകളും ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ ബൈബിളിലെ ചില വാക്യങ്ങളുടെ ഇൻ്റർപ്രട്ടേഷൻ അത് വ്യത്യസ്തമായിട്ട് ഇൻ്റർപ്രട്ടേഷൻ എന്നല്ല, തെറ്റായിട്ടുള്ള വ്യാഖ്യാനം ദുർവ്യാഖ്യാനം ഉണ്ടാകുന്ന അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് പഠിപ്പിക്കുന്ന ആളുകളും അതീവ ശ്രദ്ധ, പ്രത്യേകിച്ച് വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ചുള്ള പഠനങ്ങളിലെ കാര്യത്തിൽ അതീവ ശ്രദ്ധ അവർ പുലർത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ദൈവശാസ്ത്ര പഠനത്തിൻ്റെ വർഷങ്ങൾ അവസാനിക്കാറാകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആധ്യാത്മികമായിട്ട് വളർച്ച പ്രാപിക്കേണ്ട ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥന വളരെ ശക്തിപ്പെടേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വൈദികർ മാത്രം ആ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ വളരുന്നുണ്ട് എന്നുള്ളത് ഒരു പലപ്പോഴും ചോദ്യചിഹ്നം. നമ്മൾ ഈ ദൈവശാസ്ത്ര പഠന കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ലക്ഷ്യം എന്ത് എന്ന് ആദ്യമായിട്ട് നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ദൈവശാസ്ത്ര പൗരോഹിത്യത്തോടും പൗരോഹിത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ തീഷ്ണതയോടുകൂടി പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയും ചെയ്യാനുള്ളൊരു കാലഘട്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആധ്യാത്മികമായിട്ട്
നല്ല ഒരു ഒരുക്കം നടത്താനുള്ളൊരു കാലഘട്ടം കൂടിയാണ് ഈ ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അവിടെ ആധ്യാത്മിക നിയന്താക്കൾക്കും വലിയ ഒരു റോളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ വൈദിക വിദ്യാർത്ഥി പട്ടം സ്വീകരിക്കാനായിട്ട്, തിരുപ്പട്ടം സ്വീകരിക്കാനായിട്ട് ഏറ്റവും അടുത്തൊരുങ്ങുന്ന വൈദിക വിദ്യാർത്ഥി കർത്താവുമായിട്ട് ഏറ്റവും അടുത്ത് ഐക്യത്തിൽ ജീവിക്കാനായിട്ട് തീഷ്ണതയോടുകൂടി ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ ഒരിക്കൽ പറയുണ്ടായ ഈ ഐക്യം ഈ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, ദൈവവിലയിലുള്ള സജീവമായിട്ടുള്ള ഭാഗഭാഗിത്യം, അതുപോലെ ധ്യാനം, അതുപോലെ ഈ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, ഈ എന്താണ് മലയാളത്തിലത് ആത്മപരിശോധന, കുംഭസാരം എന്ന കുദാശയുടെ ഒരുക്കത്തോടു കൂടിയുള്ള സ്വീകരണം, അതുപോലെ തന്നെ ആത്മനിയന്താവിനെ ആധ്യാത്മിക പിതാവുമായിട്ട് ഉള്ള മനസ്സ് തുറക്കൽ. അപ്പോൾ ഇതെല്ലാം താൻ ആരാണെന്നുള്ള വെളിപ്പെടുത്തൽ, തനിക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകണം എന്നുള്ള റിക്വസ്റ്റ്, അഭ്യർത്ഥന, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായ വിധത്തിൽ മറ്റ് കാലഘട്ടത്തിൽ ഉപരിയായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്ര നാൾ കൂടുമ്പോഴെങ്കിലും ഇപ്പോൾ ഓരോ വൈദിക വിദ്യാർത്ഥിയും അത് ഒരു നിയമമാണ്. ഓരോ വൈദിക വിദ്യാർത്ഥിക്കും ഒരു ആത്മനിയന്താവ്, ഒരു ആധ്യാത്മിക പിതാവ് ഉണ്ടായിരിക്കണം എന്ന് സെമിനാരിയിലൊരു നിയമമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇത്ര കാലയളവിനുള്ളിൽ, ഇത്ര നാളുകൾക്കുള്ളിൽ, ചില സെമിനാരികളിലൊക്കെ ആണെങ്കിൽ മാസത്തിൽ 1 അല്ലെങ്കിൽ 2 മാസത്തിൽ 1 എങ്കിലും കണ്ടിരിക്കണം എന്ന ഒരു നിയമമുണ്ട്. 2 മാസത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം ഒരു എന്താണ് പരിശീലനത്തിന്, പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകും. അപ്പോൾ അങ്ങനെ മാർഗനിർദ്ദേശം നൽകണമെന്നുണ്ടെങ്കിൽ തൻ്റെ ആത്മസ്ഥിതി എന്തെന്ന് വെളിപ്പെടുത്തുകണം. അപ്പോൾ അദ്ദേഹം ഇത് അറിയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പണായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വാസ്തവത്തിൽ ആധ്യാത്മികമായിട്ടുള്ള വളർച്ച സംഭവിക്കുകയുള്ളൂ. ഇനി നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ വന്നില്ല എങ്കിൽ, ആധ്യാത്മിക പിതാവിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നില്ലെങ്കിൽ അവർ ചോദിക്കുകയും ചെയ്യും എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ഇതൊരു ആധ്യാത്മികമായിട്ടുള്ള ഒരു അടുപ്പത്തിന്, ദൈവമായിട്ടുള്ള ഒരു അടുപ്പത്തിന്, വളർച്ചയ്ക്ക്, വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ളൊരു അവസരം കൂടിയാണ് ഈ പറയുന്ന ദൈവശാസ്ത്ര പഠന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ഇവരെ ഫോർമേഷനിൽ സഹായിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഈ ഫോർമേറ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഫോർമേറ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, സഭ ഒരു പുരോഹിതനെ സംബന്ധിച്ച്, സഭയ്ക്ക് ഒരു പുരോഹിതനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അത് നമ്മളൊരിക്കൽ പൗരോഹിത ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയുള്ളൊരു പുരോഹിതനായിരിക്കണം സഭയിലെ പുരോഹിതൻ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുരോഹിതനെ രൂപം കൊടുക്കുക, അതിനെ സഹായിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ ഫോർമേറ്റേഴ്സിനുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനവരെ സഹായിക്കുക, അതിനെ ലീഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഫോർമേഷന് വിധേയരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനായിട്ടും പ്രോത്സാഹനം നൽകാനായിട്ടും ഒക്കെ വാസ്തവത്തിൽ ഈ പറയുന്ന ഫോർമേറ്റേഴ്സിന് ചില തിരുത്തലുകൾ നൽകാനായിട്ടും ഒക്കെയാണ് അവർക്ക് സാധിക്കുന്നത്. എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഫോം ചെയ്യപ്പെടേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ളൊരു ആഗ്രഹം ആവശ്യമാണ്, ആഗ്രഹവും ശ്രമവും ആവശ്യമാണ് വാസ്തവത്തിൽ. അപ്പോൾ ഇവരുടെ റോള് വലിയ റോളാണ്. അപ്പോൾ ഇവിടെ പ്രോത്സാഹനം ആവശ്യമാണ്, അതുപോലെ തന്നെ മാർഗനിർദ്ദേശം നൽകൽ ആവശ്യമാണ്, തിരുത്തലുകൾ ആവശ്യമാണ്, അക്കാഡമിക്കായിട്ടുള്ള ഒരറിവ് കൊടുക്കുക എന്നുള്ളതൊരാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അതിന് സാധിക്കുന്ന ആളുകളായിരിക്കണം ഫോർമേറ്റേഴ്സ്. അപ്പം മാനുഷികമായിട്ടുള്ള, അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഈ വൈദിക പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ഡോക്യുമെൻസിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ഇറക്കിയിട്ടുള്ള ഈ മാർഗനിർദ്ദേശങ്ങളിൽ പ്രത്യേകം പറയുന്നൊരു കാര്യം ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു അന്തരീക്ഷം, ഒരു സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ഒരു തുറവിയുടെ ഒക്കെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചിലരെല്ലാം വാച്ച് ചെയ്യുന്ന കുറേ ആളുകളിങ്ങനെ, അപ്പം വാച്ച് ചെയ്യപ്പെടുന്ന ആളുകൾ, അപ്പോൾ അങ്ങനെ ഒരു ഭീതിയുടെ ഒരു അന്തരീക്ഷത്തിൽ അല്ല, ഒരു തുറവിയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെയുള്ളൊരു അന്തരീക്ഷമാണ്
ഈ പറയുന്ന സെമിനാരികളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമയം ഈ എപ്പിസോഡിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവശാസ്ത്ര പഠനത്തെക്കുറിച്ചാണ്. വൈദിക പരിശീലനത്തിൻ്റെ 4ാമത്തെ ഘട്ടമായ ദൈവശാസ്ത്ര പഠനം എന്താണ്, അതിൻ്റെ പ്രസക്തിയെന്നും എന്തെല്ലാം വിഷയങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇത്രയും സമയം നമ്മളോട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. കത്തുകൾ അയക്കേണ്ട മേൽവിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.